ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബ്ദു ഗെയിമിംഗ് മാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്, പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് വേറൊരു ടെക്നിക്ക് ഉണ്ട്, നമുക്കത് വർക്കിംഗ് ഞാൻ തന്നെ ഒന്ന് ഓർത്തോക്കിയിട്ട് കിട്ടിയതാണ്. നമുക്കത് വർക്ക് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പോയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ലാഭം എടുത്തോട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫേർനസ് നമ്മൾ ഇന്നലെ എടുത്തു, പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ഞാൻ ഇവിടെ എവിടെയാണല്ലോ, അതാ ഗൈസ്, ഇവിടെ ഞാൻ അയ്യോ ഓ നോ ഓ നോ ഓ നോ 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 പോലെ പോലെ മരിക്കില്ല മരിക്കില്ല, പ്ലീസ് 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 പ്ലീസ്. പോയി ഗൈസ്, നോ. ഇതേതാ വീട്? ഗൈസ്, ഞാൻ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. നമ്മുടെ ഒരു വില്ലേജർ വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കാം. ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ കിടന്നുറങ്ങി. ഓക്കെ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ പോയിക്കാണ് ഗൈസ്, പോയിക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, എല്ലാം കിട്ടും. അതാ ഗൈസ്, എല്ലാം ഉണ്ട്, എല്ലാം എടുക്കാം, എല്ലാം. ഫുഡാണ് മെയിൻ, ഫുഡില്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ കുറച്ച് ലാഭം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് എത്ര ഉണ്ടാവും അറിയില്ല, അത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ബക്കറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ബക്കറ്റ്, പിക്കാക്സ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാം. ഇതെന്താ സാധനം? ഗ്രാവൽ. ഓക്കെ അത് മതി. ഓക്കെ, നമുക്ക് ബക്കറ്റ് എടുത്ത് അത് മതി. നമുക്ക് ശരിക്കും 2 ബക്കറ്റ് വേണം ഗൈസ്, 2 ബക്കറ്റ് വേണം. പക്ഷേ അയേൺ നമുക്ക് കിട്ടണമില്ല എവിടെയും. നമ്മൾ കുറേ നോക്കി, കിട്ടണേ ഇല്ല. അത് നമുക്ക് ഒരു കേവ് കണ്ടുപിടിച്ചാലും മതി, പക്ഷെ കേവ് കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. കേവ് കണ്ടുപിടിച്ചാലോ? ഇവിടെ എവിടെയെങ്കിലും കേവ് ഉണ്ടാവും. ഫുഡ് എവിടെ? ഫുഡ് ഗൈസ്, നമ്മുടെ ആകെ 4 ബ്രെഡ് ഉള്ളൂ. ഇത് കേവാ ഗൈസ്? ഇവിടെ എവിടെയും കേവില്ല. ഓ ഗൈസ്, അതാ കേവ് 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 അല്ല ഗൈസ്, കേവ് അല്ല. കേവല്ലത്. ഇതെന്താ? ഓ, ഇത് കേവാണല്ലോ. ഗൈസ് നോക്കട്ടെ. ഓ ഗൈസ്, ഇതൊരു സോംബി വാടാ, ഫൈറ്റടാ. അല്ലാഹു അക്ബർ. ക്രീപ്പർ 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 ക്രീപ്പർ. ഗൈസ്, ക്രീപ്പറാണ് എനിക്ക് ഏറ്റവും പേടി. അവിടെ കത്തി പൊട്ടി. കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ വെള്ളമുണ്ട്. ക്രീപ്പർ പോയി. നമുക്ക് ആ ക്രീപ്പറിനെ കാണാണ്ട് വാട 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 വാട. ഓ നോ, നമ്മൾ ചത്തുപോയി ഗൈസ്, നമ്മൾ ചത്തുപോയി. അവിടെ അല്ല സ്ഥലം. എന്തൊരു മണ്ടത്തരം കാണിക്കണം. ഞാൻ ഒരു ബ്ലോക്ക് വെച്ചാൽ നമുക്ക് ഇത്രയും ഡാമേജ് പറ്റില്ലായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് വെച്ചാലും മതിയായിരുന്നു, ഒരു നല്ല ബ്ലോക്ക്, സ്റ്റോൺ അങ്ങനെയൊക്കെ വെച്ചാൽ മതി. നമ്മൾ ഇനി എവിടെയാണ്? അതാ. ഇവരുടെ ഫാർമൊക്കെ പോയിക്കണം ഗൈസ്, അല്ല നമ്മൾ കാരണം. അതെന്താ? ഗ്രാനൈറ്റ്. ഇതിൽ കുറേ ഫുഡ് ഉണ്ട്. നമുക്ക് വില്ലേജറൊന്നും കാട്ടില്ല. നമുക്കൊരു പുതിയ ഫാർം ഉണ്ടാക്കി കൊടുക്കാം അവർക്ക്. ബക്കറ്റ് ഇപ്പോൾ പോയേനെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് പിക്കാക്സും ബക്കറ്റൊക്കെ വേണം. ഫേർനസ്, പിക്കാക്സ്, ബക്കറ്റ്, അവിടെ ഫുഡ്. ഓക്കെ, അത് മതി. നമുക്കിവിടെ വെള്ളം എടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരും. ഫസ്റ്റ് നമുക്ക് വെള്ളം എടുക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇവിടെ സ്റ്റോർ ചെയ്യാം. കുറച്ചൊരു ബക്കറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പോയ കേവിൽ നിന്ന് നമ്മൾ കോള് കണ്ടിരുന്നു. ആ കോള് നല്ല ഇതാണ്. ഫേർണസിലൊക്കെ നമുക്ക് ഫുഡൊക്കെ കത്തിക്കണമെങ്കിൽ, ലൈക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കോള് നല്ലൊരു ഹെൽപ്പാണ് ചെയ്യുക. അത് കുറേ നേരം എടുത്ത് കത്തും ഗൈസ്. അയേണ്. ഗൈസ്, അയേണ് ഒരെണ്ണമുള്ളൂ, 2 കിട്ടി. ഗൈസ്, ഈ കേവ്, പക്ഷെ ഇങ്ങനത്തെ കേവിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ?
ഇനി ഇല്ല. നമുക്ക് 8 അയൺ കിട്ടുമ്പോൾ നമ്മൾ നല്ല ലക്കിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോഡ്. കുറേ ഉണ്ട്. ഇതൊന്നും ഇത്രയും എടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് നോക്കട്ടെ. 16. അത് മതി ഇപ്പോഴത്തേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അയൺ. നമുക്കിപ്പോൾ ആ കോളും കൊണ്ട് ഇപ്പോൾ അയൺ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഫുഡ് എടുക്കാം. നമുക്ക് പുതിയ ഫാർം ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഈ സീഡും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കും ഗൈസ്. ആ അയണും കൊണ്ട് പോയിട്ട് നമുക്ക് ആ കോബൽ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. അല്ല ഉണ്ടാക്കാണ്ട് നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സീഡ് ഉണ്ടോ? സീഡില്ലേ? ആ സീഡുണ്ട്. വീറ്റ് സീഡാണ് ഗൈസ്. നമുക്കിപ്പോൾ നേരെ നമ്മുടെ ബക്കറ്റ് ഉണ്ടാക്കണം. വാട്ടർ ബക്കറ്റൊക്കെ നല്ല ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ വീട്ടിലല്ലേ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ വെച്ച് തോന്നുന്നു. ഓക്കെ, നമുക്കത് നമ്മുടെ വീട്ടിൽ പോയിട്ട് നോക്കി നോക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തിനാണ്? പറഞ്ഞാണല്ലോ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തിനാണ്? നമുക്ക് ഇതല്ല ആവശ്യമുള്ളത്. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ചെയ്യുന്നത് ആവശ്യമുണ്ട്. നമ്മുടെ ഫേണസ് ഇല്ലേ? ഫേണസ് നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മുടെ അയൺ ഇവിടെ വെക്കാം. പിന്നെ ഒരു കോള് മതി, 2 ആയിക്കോട്ടെ. അത് ആവട്ടെ. നമുക്കപ്പോഴത്തേനും പാർസൽ ചെയ്യാം. ഒരു ഫേണസ് നമുക്ക് നമ്മുടെ വീട്ടിലെവിടെയെങ്കിലും വെക്കാം. അവിടെ വെക്കാം. 2 കൂടി ഉണ്ട്. നമ്മൾ 4 എടുത്തില്ലേ? മറ്റേ നമ്മുടെ ലാബ് എടുത്തുനിന്ന് 2, പിന്നെ അവിടെ നിന്ന് 2. ഓക്കെ, 2 ഉണ്ട്. ഈ 2 നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കൊരു ഫ്ലെയിൻറ്റ് ഉണ്ടല്ലേ? കോൾ നമ്മുടെ ഒരു ആവശ്യം വരുമായിരിക്കും. ഇപ്പം നമ്മൾ കത്തിച്ചതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗോൾഡ്. നമുക്ക് ഒരു അയൺ ഇങ്ങോട്ട് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് 10 അതിൽ 9 ഇല്ലേ ഗൈസ്? 9 ഉണ്ട് അതിൽ. ഇതിൽ 9 തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 4 4 ഗൈസ്. നമുക്കത് എടുക്കാം. നമുക്കിപ്പോൾ തന്നെ ഒരു ഇതുണ്ടാക്കാം. കമോൺ. ഇങ്ങനത്തെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ലക്കിയാണ് ഗൈസ് നമ്മൾ. ഇനി നമുക്ക് കോബൽ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഗൈസ്, ഞാൻ കോബൽ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും നമുക്ക് വെല്ലൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ കോബൽ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഇത് 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് 2 ഇവിടെ നമ്മുടെ കോബൽ സ്റ്റോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, നമ്മുടെ കോബൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം. പെട്ടെന്ന് പോയി നമുക്ക് അത് സ്കൂപ്പ് ചെയ്തിട്ട് വരാം. വർക്കാവുമെന്ന് അറിയില്ല. ഞാൻ ശരിക്കും മറന്നുപോയി ഗൈസ് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ലാവ് ഉണ്ട്. ഇല്ല ഓക്കെ, നമ്മളെ വെള്ളം ലാവയൊക്കെ നമുക്ക് ലാവ കുറച്ച് കുറവാണ്. എന്നാലും എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? ലാവ ഫസ്റ്റ് ഒക്കെ ഉണ്ട്. കുറേ നേരം ഇറങ്ങിയിട്ട് ഞാൻ മറന്നു ഗൈസ്. അല്ലെങ്കിൽ ഇതും കൂടി ജാമായി പോവോ? നമുക്ക് ഒരു കോബൽ സ്റ്റോൺ വേണ്ട. കോബൽ സ്റ്റോൺ വെയിറ്റ് തോന്നണേ. നമ്മൾ വെള്ളം ഈ സൈഡിൽ വെക്കാം. വെള്ളം ഇവിടെ വെക്കാം. അയ്യോ, അവിടെ ആയിപ്പോയി. ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടെ ലാവ പ്ലീസ് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. വർക്കാവണില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല. ഞാൻ എന്തൊരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് ഇടയിൽ. അപ്പോൾ നമുക്ക് കോബൽ സ്റ്റോൺ ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല. കോബൽ സ്റ്റോൺ ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതെടുക്കായിരുന്നു നമുക്ക്. കുഴപ്പമില്ല. ഞാൻ ഗൈസ് ഇവിടെ വെള്ളമായതുകൊണ്ട് നമുക്ക് വെള്ളം എടുക്കാനും പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ ജനറേറ്റർ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് രാത്രി ആയിക്കുണ്ട്.
നമുക്ക് ഫാർം ഉണ്ടാക്കണം. ഫാർമിന് നമുക്ക് നല്ല വുഡ് വേണം. ഇവിടെ വെക്കട്ടെ. വുഡ് മരം അവിടെ എല്ലാ സൈഡല്ലേ. നമുക്ക് ആക്സ് വേണം ഗൈസ്. നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഇതില്ലേ അയേൺ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. അയേൺ ആക്സ്. അല്ല അയക്കണം. അപ്പോൾ നമുക്കിത് കൊണ്ട് ഒരു ആക്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് നോക്കട്ടെ. സ്റ്റിക്ക് ഇല്ല ഗൈസ്. സ്റ്റിക്കില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് കുറച്ച് അധികം സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇതെത്ര ഉണ്ടാവും? ഓക്കെ ഗൈസ്, നമുക്ക് 44 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അടിമടി. നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അയൺ ആക്സ് കിട്ടും. അയൺ ആക്സ് ഇവിടെ വെക്കാം. നമുക്ക് അവിടെ മരം വെട്ടാൻ പോവാം. രാവിലെ നമ്മുടെ ഫേണസ് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ നാളെ രാവിലെയാണ് ഗൈസ് നമ്മൾ പോണത്. പിന്നെ നമുക്കൊരു പുതിയ വീടുണ്ടാക്കുക. ഈ വീട് കുറച്ച് ചെറുതാണ്. നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ വീടുണ്ടാക്കാൻ ഞാൻ നോക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള കോബിൾ സ്റ്റോണൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ ഒക്കെ വീടുണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പം മരങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഫാം ഉണ്ടാക്കാൻ നമുക്ക് മരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ റോട്ടൻ ഫ്ലഷൊക്കെ എടുത്ത് കളയണം. ഓക്കെ, ഇതിവിടെ വെക്കുക. അതിങ്ങനെ നമുക്ക് എത്ര എടുക്കാൻ പറ്റും അത്രയും ഇതെടുക്കണം. ഒരു 16 വേണം ഗൈസ്. നമുക്ക് 16 കൂടുതൽ. അയ്യോ, സ്കെലിറ്റൻ. നമ്മുടെ ഈ വെപ്പണൊന്നുമില്ല. വാ ഗൈസ്, കൊന്നിട്ടുണ്ട്. നമുക്ക് ഈ വുഡ് തന്നെ വേണം. ഈ മറ്റേ ബേർച്ച് വുഡൊന്നും പറ്റില്ല. ബേർച്ച് വുഡ് അത്ര എന്താ സ്പൈഡർ എവിടെ? അത്ര മതിയാവുക. നമുക്ക് അവിടെ കുറച്ചും കൂടി വുഡ് ഉണ്ട് നമ്മളിപ്പോൾ പൊട്ടിച്ച സ്ഥലത്ത്. അപ്പം അതും കൂടെ എടുക്കാം. ഒരു 10 ആയിട്ടുണ്ടാവുമോ? 10 ആയിട്ടുണ്ടാവും. 15 ആയി. 15 ആയ സ്ഥിതിക്ക് നമുക്ക് പോയി നോക്കാം. നമുക്ക് ഈ ഫുഡൊക്കെ തീർക്കാൻ കണ്ട. അപ്പം തന്നെ നമുക്ക് അത് റോ പൊട്ടാറ്റോ കഴിക്കാൻ പറ്റുമോ? മെല്ലെയാണ് കൂടണം. നമുക്ക് ചിക്കനും മട്ടനൊന്നുമില്ല. റോ പോർക്ക് ചോപ്പ് അതൊന്നും വേണ്ട. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് എടുക്കാം. എവിടെയല്ലേ നമ്മൾ പൊട്ടിച്ചത്? അതന്നെ. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിനടുത്ത് കൊണ്ടുപോയിട്ട് ബിൽഡ് ചെയ്യാം. അതാ കുറച്ചുകൂടി നല്ലത്. ഡേർട്ടൊക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് അത്ര നമുക്കൊരു വലുതന്നെ ഉണ്ടാക്കുക. കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഫാർം ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ ഇത് വേണമല്ലോ. മറ്റെന്താണ്? ഹോ വേണോ? ഹോ ആണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കോരിയിട്ട് പോവാം. ഓക്കെ, വെള്ളം കോരിയിട്ടുണ്ട്. ആവശ്യത്തിനുണ്ട് നമുക്ക് വെള്ളം. നമ്മളിപ്പോൾ എത്ര വുഡ് എടുത്താൽ നമുക്ക് അവിടെ പോയി നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഡേർട്ട് ഉണ്ട്. നമുക്ക് നോക്കട്ടെ. 20 ഡേർട്ടൊക്കെ പറ്റും. നമുക്ക് വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ചും കൂടി വലുതുണ്ടാക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയാലോ? വേണ്ട, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഇതൊക്കെ ഇതെടുത്ത് കളയണം നമുക്ക്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മളാകെ 101 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. 101 ആയിട്ടുള്ളൂ. നമുക്ക് എൻ്റെ ലക്ഷ്യം 1 മില്യൺ ആണ്. നിങ്ങൾക്ക് മാത്രമേ അത് സാധിച്ചു തരാൻ പറ്റൂ. പ്ലീസ് ഗൈസ്, ഇവിടെ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കാം. അത്ര
ഇതൊന്നും വേണ്ട. നമ്മളൊരു വലിയൊരു പാത്ത് തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചു. ഓക്കെ, ഇത് പൊട്ടിക്കാം. പൊട്ടിച്ച് ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, 39 ഉണ്ട് ഗൈസ്. അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. പൊട്ടറ്റോ ഒക്കെ മാറിക്കുക. ഈ ഫ്ലവറൊന്നും നമുക്ക് ആവശ്യമില്ല. ഡേർട്ടി നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, മാറിക്ക. ഇത്ര പോരെ? വുഡ് ഉണ്ടാവോ? ഇത്ര പോരെ ഗൈസ്? അയ്യോ, ഇത്ര മതി. നമുക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ട് ഇതാവും. അത് കുഴപ്പമില്ല. വുഡ് 4 കൂടി ഉള്ളു, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇതിൽ എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 3 4 5 6 7 ഉണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഡേർട്ട് നമുക്ക് കിട്ടിക്കണ് 20 ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോൾ നമുക്ക് ആവശ്യത്തിന് സീഡും ഉണ്ട്. നമുക്ക് വാട്ടർമെലൺ സീഡ് ഇട്ടിക്കുന്ന നല്ല വാട്ടർമെലൺ ഉണ്ടാക്കായിരുന്നു. വാട്ടർമെലൺ സീഡ് ഇല്ല. പിന്നെ ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ടും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് വാട്ടർമെലൺ ആണ്. ഓക്കെ ഗൈസ്, നമുക്കൊരു ഹോ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ ഇത് അയേൺ ഉണ്ടോ? 3 കൂടി ഉണ്ട്. അല്ല, 4 ഉണ്ട്. 4 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ. ഇതല്ലേ ഹോ? അയേൺ ഹോ. നമ്മൾ അയേൺ ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതവിടെ വെക്കാം. ഇതൊക്കെ എടുക്കാം. ഫാർം ലാൻഡ്. നമ്മളെ ഇതിൽ മിഡിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. നമുക്കതും കൂടി ചെയ്യാം. എന്നാലേ ഇതുപോലെ ഒന്നും ആവാണ്ടിരിക്കുള്ളൂ സോയില്. ഓക്കെ, ഏതാ മിഡിൽ? 1 2 3 4 ഇതല്ലേ മിഡിൽ? നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് ആവശ്യത്തിന്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെള്ളം ആവശ്യത്തിനുണ്ട്. നമുക്ക് അവിടെ ഇനിയുണ്ട്. നമുക്ക് ഒന്നും കൂടി പേടിത്തിട്ട് വരാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു വെല്ലുണ്ടാക്കാൻ നമുക്ക് നോക്കാം. ബിക്കോസ് അവിടുത്തെ വെള്ളം തീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെല്ലുണ്ടാക്കാൻ പറ്റുമോ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 3 ഓക്കെ. ഫുഡില്ല ഗൈസ്. നമുക്ക് ഫുഡ് ഇപ്പം നമുക്ക് ആവശ്യത്തിനുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് ഫുഡ് തീരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഫാർം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫാർം എന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഫുള്ളായില്ല? ഇല്ല, ആയില്ല ഗൈസ്. ഇവിടെ ഒരു വെല്ലുണ്ട്. ഇവിടെ ഒരു അടുത്തത് ഇവിടെ എവിടെയെങ്കിലും വെല്ലുണ്ടാക്കിയാലേ നമുക്ക് ഇത്രയും ദൂരം ഒന്നും പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല വെള്ളം. നമ്മുടെ 2 ബക്കറ്റില്ലേ? അത് ഞാൻ മറന്നുപോയി. സീഡ് നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ആ സീഡ് എടുത്തിട്ട് അവിടെ വെക്കാം. നമുക്കിപ്പോൾ വെള്ളം എടുക്കുക. ആവശ്യം ഉണ്ടാവും ചിലപ്പം. നമുക്ക് ഇതും കൂടി എടുക്കാം. അപ്പോൾ 2 ബക്കറ്റ് വെള്ളമായി. ഇനി നമുക്ക് 1 ബക്കറ്റ് ആവശ്യം ഉണ്ടാവും തോന്നുന്നു. 1 ബക്കറ്റ് ആണെങ്കിൽ നമുക്ക് മറ്റേ ബക്കറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാം. കമോൺ. ഇല്ല ഗൈസ്, നന്നായി നമ്മൾ 2 ബക്കറ്റ് എടുത്തത്. ഓക്കെ, സെറ്റായില്ലേ? ഇനി നമുക്ക് നമ്മുടെ സീഡ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫുള്ള് സ്ഥലമൊന്നും ആയിട്ടില്ല. നമുക്ക് സീഡ് വെക്കാം ഇവിടെ ഗൈസ്. ഇതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും.
നമുക്കിപ്പോൾ ഈ ഡേർട്ടൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അല്ലാണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം അതുപോലെ അത് കണ്ട ചാടിക്കാനൊക്കെ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോ എടുക്കാം. പിന്നെ നമുക്കൊരു ബോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗൈസ് നമുക്ക് 2 ബോണുണ്ട്. ബോൺ ഉണ്ടെങ്കിൽ നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാം. ബോൺ മീലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വളരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സീഡ് കഴിഞ്ഞോ ഗൈസ്? സീഡ് കഴിഞ്ഞു ഗൈസ്, സീഡ് കഴിഞ്ഞു. ഓക്കെ 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 ഗൈസ്, നമുക്കൊരു വീറ്റ് ഉണ്ട് ഇവിടെ. സീഡ് കഴിഞ്ഞ സീഡ് ഉണ്ടാവില്ല, കഴിഞ്ഞ. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫാർം. നമ്മൾ കുറച്ചുകൂടി വലുതുണ്ടാക്കുക എന്ന് വിചാരിച്ചത്, വലുതുണ്ടാക്കാണ്ട് നന്നായി. നമ്മുടെ ഒരു ഇതില്ല. നമുക്കിനി ഒന്ന് അവിടുത്തെ ഈ 3 സ്ഥലവും പിന്നെ ഈ സ്ഥലവും കൂടി, അപ്പം 4 സീഡ് കൂടി ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഫുഡില്ല ഗൈസ്, ഫുഡാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഫാർം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വളരും. നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും ടോർച്ച് ഉണ്ടാക്കണം ഗൈസ്. ടോർച്ച് ഉണ്ടാക്കാൻ നോക്കാം. ടോർച്ച് എങ്ങനെ ഉണ്ടാക്കാം? ഈ ടോർച്ച്, സാധാ ടോർച്ച് ഇല്ല ഗൈസ്. സാധാ ടോർച്ച് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ സ്റ്റിക്കും പിന്നെ ഒരു സാധനം കൂടി വേണമല്ലോ. നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ടാസ്ക് നമ്മൾ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കാതെ നമ്മൾ ഇന്ന് വിചാരിച്ചത്. പക്ഷേ കോബിൾ സ്റ്റോൺ ആ ഒരു ഐഡിയ ഞാൻ പൊട്ടത്തരം കാണിച്ചു പോയത്. അതുകൊണ്ടാണ് ഞാനൊരു വലിയൊരു മണ്ടത്തരം ഞാൻ കാണിച്ചു പോയത്. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ കോബിൾ സ്റ്റോണിന് നമുക്ക് അത്ര ആവശ്യം, നമ്മുടെ ആവശ്യത്തിനുണ്ട്. 23 ഉണ്ട്. അല്ലാണ്ട് നമുക്ക് ഇത്രയും വീടിലോ പിന്നെ സ്റ്റോണൊക്കെ എടുത്തിട്ട് നമ്മുടെ കോബിൾ സ്റ്റോൺ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്ര കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫാർമാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു പണി ഉണ്ടാവില്ല. നമുക്ക് കേവ്, നമുക്കൊരു വീടുണ്ടാക്കണം എന്നാണ്. ഈ വീട് നമുക്ക് മാറ്റിയിട്ട് ഈ സ്ഥലത്ത് തന്നെ നമുക്കൊരു വലിയ വീടുണ്ടാക്കണം. ഈ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ എവിടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഇത് ഒരു വെല്ലുണ്ടാക്കണം. വെല്ല് നമുക്ക് കിണറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഒരു ബോട്ടിലുണ്ടാക്കണം കുടിക്കാൻ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. ബോട്ടിലല്ല, വെല്ലൊക്കെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അപ്പോൾ ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്താ, നിങ്ങൾക്കൊരു ചില ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ ബൈ ഗൈസ്, ബൈ.